വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ എല്ലാവരും എന്നോട് കുറേ പേര് എന്നോട് ചോദിച്ചൊരു ഡൗട്ടാണ്. ഞാൻ എൻ്റെ ഹെയറിൽ എന്താണ് ചെയ്തത്? ഞാൻ എൻ്റെ ഹെയറിൽ സ്മൂത്തനിങ് ആണ് ചെയ്തത്, പ്ലസ് കളറിങ്ങും ചെയ്തിട്ടുണ്ട്. അപ്പം ഈ സ്മൂത്തനിങ് ചെയ്യുന്നത് നല്ലതാണോ, അതോ സ്മൂത്തനിങ് ചെയ്ത എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകും, സ്മൂത്തനിങ് മുടിക്ക് നല്ലതാണോ, അങ്ങനെ എൻ്റെ ഒരു സ്മൂത്തനിങ് ജേണിയാണ് ഞാൻ ഇന്നത്തെ വീഡിയോ കൂടെ പറയുന്നത്. അപ്പം പിന്നെ ഇതിന്റെ ആഫ്റ്റർ കെയർസും കാര്യങ്ങളും ഒക്കെ പറയുന്നുണ്ട് കേട്ടോ. ഇതിന്റെ ഡിമെറിറ്റ്സും മെറിറ്റ്സും എല്ലാം ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പൊ എല്ലാവരും വീഡിയോ ഫുൾ കാണുക. അപ്പൊ ഞാൻ സ്മൂത്തനിങ് ചെയ്യുന്നത് 2024, അതായത് ഈ വർഷം ഫെബ്രുവരിയിലാണ്. ഫെബ്രുവരിയിൽ ഓഫർ ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെയാണ് ഞാൻ സ്മൂത്തനിങ് ചെയ്തത്. 3000 റുപ്പീസിനാണ് ഞാൻ സ്മൂത്തനിങ് ചെയ്തത്. അപ്പൊ അത്ര ഓഫർ കണ്ടപ്പോ ഞാൻ ചെയ്തതാണ്. സ്മൂത്തനിങ് ചെയ്യാനുള്ള റീസൺ എല്ലാവർക്കും അറിയാലോ. നമുക്ക് നമ്മുടെ മുടി നല്ല സ്മൂത്ത് ആയിട്ട് ഒതുങ്ങി, ഇപ്പൊ അയച്ചിട്ടാലും വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, ഒതുങ്ങി മര്യാദക്ക് വൃത്തിയായിട്ട് കിടക്കും. അതാണ് സ്മൂത്തനിങ്ങിന്റെ ഒരു അഡ്വാൻറ്റേജസ് എന്ന് പറയുമ്പോൾ. നല്ല ഭംഗിയിൽ കിടക്കും, നല്ല സ്മൂത്ത് ആയിട്ട് കിടക്കും. അതൊക്കെയാണ് അഡ്വാൻറ്റേജസ് എന്ന് പറയാനായിട്ട്. ആ ഒരു അഡ്വാൻറ്റേജ് മാത്രമേ ഞാൻ കണ്ടുള്ളൂ, അതുകൊണ്ട് വേറെ ഒന്നും എനിക്ക് തോന്നിയിട്ടില്ല. ബാക്കിയൊക്കെ എനിക്ക് തോന്നിയേക്കുന്നത് കുറേ ഡിമെറിറ്റ്സ് ഉള്ളതുപോലെയാണ് എനിക്ക് തോന്നിയേക്കുന്നത്. അപ്പൊ ഞാൻ അങ്ങനെയൊക്കെ വിചാരിച്ച് ചെയ്തതാണ്. എന്റെ നേരത്തെ ഹെയർ ടെക്സ്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നീണ്ടിട്ട് തന്നെയാ, നീളത്തിൽ, പിന്നെ താഴോട്ട് കുറച്ച് വേവി ആയിട്ട്, അങ്ങനത്തെ ഒരു ഹെയർ ടെക്സ്ചർ ആയിരുന്നു എന്റെ ഹെയർ ടെക്സ്ചർ. അതുകൊണ്ട് ഒരുപാട് പ്രശ്നം, ഒരുപാട് ഡാമേജ് ആയിട്ടുള്ളതോ അങ്ങനെയൊന്നുമല്ല. പിന്നെ എനിക്കെന്തോ ഭയങ്കര കുറച്ചും കൂടെ ഇങ്ങനെ നീളത്തിൽ നല്ല ഭംഗി കിടക്കണം എന്നൊക്കെ വിചാരിച്ച് ഞാൻ പോയി ചെയ്തതാണ്. സ്മൂത്തനിങ് ചെയ്യുമ്പോൾ ഒരു 4 to 5 hours നമ്മൾ അവിടെ ഇരിക്കണം. അങ്ങനെ പെട്ടെന്ന് ഒരു മണിക്കൂർ കൊണ്ട് ചെയ്ത് വെക്കണ പ്രൊസീജിയർ അല്ല, കുറച്ച് സമയം അവിടെ ഇരിക്കണം. അപ്പൊ ഞാൻ അങ്ങനെ സ്മൂത്തനിങ് ചെയ്തപ്പോൾ എനിക്കുണ്ടായ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഏറ്റവും കൂടുതൽ ഞാൻ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നം എന്ന് പറഞ്ഞാല് ഹെയർ ഫാൾ ആണ്, പിന്നെ സ്പ്ലിറ്റ് എൻഡ്സ് ആണ്. ഒരുപാട് മുടി എന്ന് പറഞ്ഞാൽ എന്റെ ഉള്ളെല്ലാം പോയി. സ്മൂത്തനിങ് ചെയ്ത സമയത്ത് ഞാൻ കഴിഞ്ഞപ്പോ എനിക്കെന്റെ മുടി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം മുടി ഇത്രയും നേരം ഭയങ്കര ഫ്രിസി ആയിട്ട് ഇരുന്ന മുടി ഇപ്പൊ തൊടുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കണം, നല്ല സോഫ്റ്റ്, നല്ല തൊട്ടുകൊണ്ടിരിക്കണം, അത്രയും നല്ല സോഫ്റ്റ് ആയിട്ടൊക്കെ കിടക്കണം. അപ്പൊ എനിക്ക് മുടി ഇഷ്ടപ്പെട്ടു. പക്ഷെ എന്റെ ഫേസ് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. കാരണം ഇത്രയും കാലം കണ്ടോണ്ടിരുന്ന ഫേസില്ല, പെട്ടെന്ന് തന്നെ മുഖം ഒന്ന് മാറിയതുപോലെ, മുഖം ഒന്ന് കുറച്ചുകൂടെ വലിയതായി തടി വെച്ച് എടുത്ത് അറിയണ പോലെ, മുടി ഒന്ന് ഒതുങ്ങിപ്പോയതുപോലെ അങ്ങനെ തോന്നി. അപ്പം എനിക്ക് പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഓക്കെ ആയി വന്നു. ഫേസ് നമുക്ക് കണ്ട് ശീലമായപ്പോൾ ഓക്കെ ആയി വന്നു. അല്ലാണ്ട് ആദ്യമൊക്കെ പെട്ടെന്ന് കണ്ണാടി നോക്കുമ്പോൾ വേറെ ആരോ പോലെ, മുഖം ഫുള്ള് ചേഞ്ച് ആയതുപോലെയൊക്കെ എനിക്ക് തോന്നുമായിരുന്നു. പിന്നെ ഓക്കെ ആയി വന്നു. ആദ്യത്തെ ഒരു കുറച്ച് സമയം വരെ എനിക്ക് മുടിക്ക് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, മുടി ഹെയർ ഫാൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ സ്മൂത്തനിങ് കഴിഞ്ഞിട്ട് നമുക്ക് 3 days കഴിഞ്ഞിട്ട് ഹെയർ വാഷ് ചെയ്യാൻ പാടുള്ളൂ. അപ്പം 3 ദിവസത്തേക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മള് ഒരിക്കലും മുടി കെട്ടിവെക്കാൻ പാടില്ല. മുടി എപ്പോഴും അയച്ചിടണം. പിന്നെ മുടി ഇങ്ങനെ ചെവിയുടെ ബാക്കിലോട്ടേക്ക് ഇടാൻ പാടില്ല. കാരണം എന്താന്ന് വെച്ചാൽ, സ്മൂത്തനിങ് കഴിഞ്ഞിട്ട് 3 days നമ്മൾ മുടി എങ്ങനെ വെക്കുന്നോ അതേപോലെ ആയിരിക്കും നമ്മുടെ മുടി ബാക്കിയുള്ള കാലം മുഴുവൻ. ഇപ്പൊ പുറത്ത് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു വളവല്ലേ, ആ ഒരു വളവ് ഫുൾ ഉണ്ടാവും. കെട്ടി വെച്ച് കഴിഞ്ഞാൽ ആ ഒരു വളവും ഫുൾ ഉണ്ടാവും. പിന്നെ കിടന്നുറങ്ങുമ്പോൾ മുടി ഫുൾ ബാക്കിലോട്ടേക്ക് ഇട്ടിട്ട് വേണം കട്ടിലിൽ കിടന്നുറങ്ങാനൊക്കെ. അങ്ങനെയൊക്കെ കുറെ ഉണ്ടായിരുന്നു. പിന്നെ ഒരിക്കലും വെള്ളം തട്ടാനേ പാടില്ല, നമ്മൾ മുഖം കഴുകുമ്പോൾ ഒക്കെ ശ്രദ്ധിക്കണം. അങ്ങനെ 3 ദിവസം കഴിഞ്ഞിട്ട് വാഷ് ചെയ്യേണ്ടത്, നമുക്ക് അവിടെ പാർലറിൽ നിന്ന് നമുക്ക് ഷാമ്പു കണ്ടീഷണർ അവർ റെക്കമെൻഡ് ചെയ്ത് തരും. അവിടെ യൂസ് ചെയ്ത് ആ സെയിം ഷാമ്പു കണ്ടീഷണർ വെച്ചിട്ട് വേണം നമ്മൾ വാഷ് ചെയ്യാനായിട്ട്. ഇല്ലെങ്കിൽ അവർ പറയും, അങ്ങനത്തെ അവർ പറയുന്ന ടൈപ്പ് ഷാമ്പു. എന്നോട് ലോറിയൽ പാരിസിന്റെ ഷാമ്പു യൂസ് ചെയ്യാനായിരുന്നു പറഞ്ഞത്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ മെട്രിക്സ് എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ ഷാമ്പു കണ്ടീഷണറും ആണ് യൂസ് ചെയ്യാൻ തുടങ്ങിയത്. പിന്നെ ഹെയർ സിറം ഉണ്ട്, അതും ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. ഹെയർ സിറം എന്തിനാ യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ, നമ്മുടെ ഹെയർ ഡ്രൈ ആകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്, ഒന്ന് നല്ലൊരു ടെക്സ്ചറിൽ കിടക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഹെയർ സിറം യൂസ് ചെയ്യുന്നത്. അതൊക്കെ നിങ്ങൾ സ്മൂത്തനിങ്ങിന് ശേഷം യൂസ് ചെയ്യുക. പിന്നെ നമുക്ക് ഒരു 15-20 ദിവസത്തിന് ശേഷമായിരിക്കും മുടിയുടെ ആ ഒരു പ്രശ്നങ്ങൾ നമുക്ക് ശരിക്കും അറിയാൻ പറ്റണത്. എനിക്ക് ഒരു 15-20 ദിവസം കഴിഞ്ഞപ്പോഴത്തേന് എൻ്റെ മുടി ഭയങ്കരമായിട്ട് കൊഴിയാൻ തുടങ്ങി. എൻ്റെ നേരത്തെ ഉണ്ടായിരുന്ന ഉള്ളൊക്കെ പോയി, പകുതി മുക്കാലോളം എൻ്റെ മുടിയുടെ ഉള്ള് പോയി. ഒരു ദിവസം തന്നെ നേരത്തെ ഒരു 5-6 അല്ലെങ്കിൽ ഒരു 10-12 മുടി കൊഴിഞ്ഞുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് ഒരു 50
100ഓളം മുടി കൊഴിയാണ്. അത്രയും മുടി, എൻ്റെ റൂം മൊത്തം മുടിയായിരിക്കും. അത്രയ്ക്ക് മുടി ഇങ്ങനെ 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 ഒന്ന് ജസ്റ്റ് ഒന്ന് ചെയ്യുക, അപ്പം തന്നെ മുടി കൊഴിയും. അതേപോലെ മുടി കൊഴിയാനൊക്കെ തുടങ്ങി. അപ്പം എനിക്ക് ആകെ പേടിയായി, എൻ്റെ മുടി ഇങ്ങനെ ഇത്രയും പോകണമെങ്കിൽ എൻ്റെ തല ഫുൾ കഷണ്ടി ആയി പോകും, അങ്ങനെയൊക്കെ ആയി. അപ്പം മുതലാണ് ഞാൻ ഹെയർ ശരിക്കും കെയർ ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിട്ട് ഹെയർ ഒന്ന് കെയർ ചെയ്യാനായിട്ടൊക്കെ തുടങ്ങിയത്. അപ്പം എന്താ ചെയ്യുക, ഹെയർ സ്പാ ചെയ്യാം. അത് നമുക്ക് പാർലറിൽ പോയി ചെയ്യാം. പാർലറിൽ പോയി ഞാൻ ചെയ്യാറൊന്നുമില്ല. പാർലറിൽ പോയി നമ്മൾ പൈസ കൊടുത്ത് ചെയ്യാനേക്കാട്ടും നല്ല നമുക്ക് വീട്ടിലുണ്ടാക്കാനായിട്ട് പറ്റും. വീട്ടിലെങ്ങനെയാണ് ഹെയർ സ്പാ ഉണ്ടാക്കേണ്ടതെന്ന് ഞാൻ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ഇട്ട് ഞാൻ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആയിട്ട് ഹെയർ സ്പാ ഉണ്ടാക്കുന്ന വീഡിയോ ചെയ്യാം. അപ്പോൾ അത് ചെയ്യുമ്പോൾ നമുക്ക് മാക്സിമം ഹെയർ ഫാൾ കുറയാനായിട്ട് ഓക്കെയാണ്. പിന്നെ നന്നായിട്ട് ഡ്രൈ ആകും. പിന്നെ ഇങ്ങനെ സ്പ്ലിറ്റൻസ്, അതായത് ഇവിടെ നിന്ന് ഇങ്ങനെ കുറച്ച് മുടി ഇങ്ങനെ ഇതായി കട്ടായി പോകും. സ്പ്ലിറ്റൻസ് എനിക്ക് നല്ലോണം ഉണ്ടായിരുന്നു. അപ്പൊ ആ സ്പ്ലിറ്റൻസ് വരുന്ന സമയത്ത് നമുക്കൊന്ന് ഈ അറ്റത്തുനിന്ന് ഒരുപാട് മുടി ഒന്ന് മുറിച്ചിടാൻ, ജസ്റ്റ് ഒന്നൊരു തുമ്പ് മാത്രം ഒന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പൊ നമ്മൾ സ്പ്ലിറ്റൻസ് വരാൻ നമ്മളായിട്ട് ഒരിക്കലും സമ്മതിക്കരുത്. നമ്മൾ തന്നെ ട്രിം ചെയ്ത് കൊടുക്കുക. അപ്പം ഞാൻ എന്നോടിപ്പം സ്മൂത്തനിങ് ചെയ്യണോ വേണ്ടയോ എന്ന് ചോദിച്ചാൽ ഞാൻ റെക്കമെൻഡ് ചെയ്യുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യില്ല. കാരണം എപ്പോഴും നമ്മുടെ ഹെയർ നാച്ചുറൽ ആയിട്ടുള്ള ടെക്സ്ചറും നാച്ചുറൽ ആയിട്ടുള്ളതാണ് നല്ലത്. സ്മൂത്തനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കെമിക്കൽസ് നമ്മുടെ ഹെയറിലോട്ടേക്ക് വരുന്ന ഒരു പ്രോസസ്സാണ്. അപ്പം അത്രയും ഡാമേജ് ഉണ്ടാക്കും. അപ്പൊ അതനുസരിച്ച് കെയർ ചെയ്യാനായിട്ട് നിങ്ങൾ ഓക്കെയാണ് എങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ചൂസ് ചെയ്യാം. പക്ഷെ എന്നാലും നല്ല ഹെയർ ഫാളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. സ്മൂത്തനിങ്ങിനേക്കാളും നല്ലത് കെരാറ്റിൻ ട്രീറ്റ്മെന്റും ബൊട്ടോക്സ് ട്രീറ്റ്മെന്റും ഒക്കെയാണ്. പക്ഷെ അതനുസരിച്ച് അതിന് റേറ്റ് കൂടുതലാണ്. പക്ഷെ പ്രോട്ടീൻസും കാര്യങ്ങളൊക്കെയാണ് അതിനകത്ത് വരുന്നത്. അതുകൊണ്ട് അതാണ് ഏറ്റവും കൂടുതൽ നല്ലതും എല്ലാം. അപ്പം അത് നിങ്ങൾക്ക് നോക്കിയിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ അത് ചെയ്യുന്നതായിരിക്കും ഞാൻ റെക്കമെൻഡ് ചെയ്യുക. സ്മൂത്തനിങ് ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല. പിന്നെ ഞാൻ സ്മൂത്തനിങ് ചെയ്ത സമയത്ത് അവർ പറഞ്ഞു തലയിൽ എണ്ണ ഒന്നും തേക്കാൻ പാടില്ല, അതിന് പകരം സിറോം തേച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അങ്ങനെയല്ല കേട്ടോ. എനിക്ക് തലയിൽ എണ്ണ താളിയൊക്കെ തേച്ചപ്പോൾ അതിന്റെ മുടി കൊഴിച്ചിലൊക്കെ ഒന്ന് കുറഞ്ഞൊന്നും ഓക്കെ ആയതുപോലെ തോന്നിയത്. നമ്മൾ മുടിയിൽ എണ്ണ തേക്കണമെന്നില്ല, മുടിയിൽ നമുക്ക് സിറം തേച്ചാൽ മതി. പക്ഷെ ഈ സ്കാൽപ്പിൽ നമ്മൾ നന്നായിട്ട് വല്ല കാച്ചിയ വെളിച്ചെണ്ണ അല്ലെങ്കിൽ നല്ല മുടി വളരണ നല്ല ഏത് വെളിച്ചെണ്ണയാണ് നിങ്ങൾക്ക് ഓക്കെ എന്ന് വെച്ചാൽ അത് ഏതെണ്ണ ഓക്കെ എന്ന് വെച്ചാൽ അത് നിങ്ങൾക്ക് സ്കാൽപ്പിൽ ഇട്ടിട്ട് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇവിടെ എന്തായാലും സ്മൂത്തനിങ് ചെയ്ത് കഴിഞ്ഞാലും ഇവിടെ നിന്ന് വളർന്നു വരുന്ന മുടി എപ്പോഴും നമ്മുടെ ഒറിജിനൽ ആയിട്ടുള്ള നാച്ചുറൽ ആയിട്ടുള്ള ഹെയർ ആണ്. ഇപ്പം ഭയങ്കര ചുരുണ്ട മുടിയുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുടി സ്മൂത്തനിങ് ചെയ്ത് വളരണ സമയത്ത് ഇവിടെ നിന്ന് ഇങ്ങനെ ചുരുണ്ട് എന്നിട്ട് ഇങ്ങനെ നീളത്തിൽ, അങ്ങനെ ആ ഡിഫറൻസ് നന്നായിട്ട് എടുത്തറിയാൻ പറ്റും. എനിക്ക് അങ്ങനെ അല്ലാത്തതുകൊണ്ട് എനിക്ക് മുടി ഇപ്പോൾ വളർന്ന് ഇവിടെ നിന്നൊക്കെ എൻ്റെ ഒറിജിനൽ മുടി തന്നെ ആയിരിക്കും ആണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പക്ഷെ അതറിയണ പോലും ഇല്ല എൻ്റെ മുടി എന്തോരം വളർന്നോന്നോ നീളം വെച്ചിട്ടുണ്ടെന്ന് മനസ്സിലാണ്. പക്ഷെ എന്തോരം മുടി വളർന്നോന്ന് അറിയണം പോലും ഇല്ല. കാരണം എൻ്റെ ഓൾറെഡി ഇവിടെ സ്ട്രെയിറ്റ് ഹെയർ തന്നെയായിരുന്നു. അതുകൊണ്ട് എനിക്ക് ആ ഒരു ഡിഫറൻസോ അല്ലെങ്കിൽ ആ ഒരു വ്യത്യാസം ഒരു വൃത്തികേടായിട്ടൊന്നും ഇല്ല. പിന്നെ ഇങ്ങനെ കോല് പോലെ ചില സമയത്ത് ഇരിക്കണ പോലെ തോന്നും. മുടി പോണിറ്റയിലൊക്കെ കെട്ടി വെക്കണ സമയത്ത് ഒട്ടും ഇല്ലാണ്ട് ഇങ്ങനെ ഇരിക്കണ പോലെയൊക്കെ തോന്നും. അപ്പൊ അതാ ഞാൻ ഇപ്പൊ ബൊട്ടോക്സ് ഒക്കെ ആവുമ്പോൾ കുറച്ചുകൂടെ നാച്ചുറലി കിടക്കാനായിട്ടൊക്കെ സഹായിക്കും. അപ്പം നിങ്ങളുടെ മുടി ഭയങ്കര ഡാമേജ് ആണ്, ഭയങ്കര പ്രശ്നമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ചെയ്യാം. ഇത് ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് ഇതനുസരിച്ച് ട്രീറ്റ് ചെയ്ത് പോകാം. അത് കഴിഞ്ഞിട്ട് പിന്നെ മുടി വളർന്ന സമയത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും സ്മൂത്തനിങ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്യാം. ഇല്ല എങ്കിൽ അതിലും നല്ലത് വേറെ കെരാറ്റിൻ അല്ലെങ്കിൽ ബൊട്ടോക്സ് ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്യണമായിരിക്കും. ഞാനിപ്പോൾ എന്തായാലും എൻ്റെ മുടി ഒന്ന് വളർന്ന് എനിക്ക് നാച്ചുറൽ ആയിട്ടുള്ള നേരത്തെ ഹെയർ ടെക്സ്ചർ തന്നെ മതി എന്നുള്ളൊരു ഇതിലാണ് ഞാനിപ്പോൾ ഇരിക്കുന്നത്. പിന്നെ നമ്മൾ മുടി ചീകണ സമയത്ത് നമുക്ക് നല്ല പല്ല് അകന്ന കോമ്പ് യൂസ് ചെയ്യാം. അപ്പം അല്ലാണ്ട് ഒരിക്കലും ഹെയർ ബ്രഷ് വെച്ചിട്ട് ഇങ്ങനെ വലിച്ചൊന്നും ചെയ്യല്. നല്ല പല്ല് അകന്നിട്ടുള്ള ചീപ്പ് മാക്സിമം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. പിന്നെ നമ്മൾ ഷാമ്പു കണ്ടീഷണർ അവർ പറയുന്നത് തന്നെ യൂസ് ചെയ്യും വേണം. പിന്നെ ഭയങ്കരമായിട്ട് സ്കാൽപ്പ് ഡ്രൈ ആവണവർക്ക് ഇപ്പൊ ഒരു ദിവസം ഷാമ്പു ഇട്ടു എന്നിട്ട് പിറ്റേ ദിവസം ഒന്ന് ഹെയർ വാഷ് ചെയ്യാൻ പാടില്ല. ഡെയിലി ഹെയർ വാഷ് ചെയ്യാൻ പാടില്ല കേട്ടോ. 2 ദിവസം കഴിഞ്ഞേ ഹെയർ വാഷ് ചെയ്യാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞിട്ടുള്ള അടുത്ത വാഷിൽ നിങ്ങൾ കണ്ടീഷണർ മാത്രം യൂസ് ചെയ്യുക. അങ്ങനെ ഷാമ്പു കണ്ടീഷണർ അങ്ങനെ ഓൾട്ടർനേറ്റീവ് ആയിട്ട് നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ സ്കാൽപ്പ് ഡ്രൈ ആകുന്നത് നമുക്ക് മാക്സിമം അവോയ്ഡ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ നമ്മൾ ഹെയർ കളറ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്മൂത്തനിങ് ചെയ്തിട്ട് മിനിമം ഒരു 6 മാസമെങ്കിലും കഴിഞ്ഞിട്ട് ഹെയർ കളർ ചെയ്യാൻ പാടുള്ളൂ.
പക്ഷെ ഞാൻ അങ്ങനെയല്ല. എനിക്ക് എന്തെന്നാ ക്ഷമയില്ലാത്തത് കൊണ്ടും കുറച്ച് വെപ്രാളം കൂടുതലായതുകൊണ്ടും ഞാൻ 4 മാസം കഴിഞ്ഞപ്പോഴത്തേനും ഹെയർ കളർ ചെയ്തു. നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. ഹെയർ കളർ ചെയ്തു. ഹെയർ കളറിന് എനിക്ക് റേറ്റ് വന്നത് ഒരു സ്ട്രാൻഡ് 99 റുപ്പീസാണ്. 10 എണ്ണം അങ്ങനെ ചെയ്തു. അപ്പോൾ ടോട്ടൽ 1000 റുപ്പീസിന് ഞാനൊരു 10 സ്ട്രാൻഡ്സ് ഹെയർ കളർ ചെയ്തു. അതുകൊണ്ട് ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഡാമേജ് ആക്കാൻ തുടങ്ങിയത്. അപ്പോൾ ആരും അങ്ങനെ ചെയ്യാൻ നിൽക്കല്. ഒരു മിനിമം ഒരു 6 മന്ത്സ് എങ്കിലും കഴിഞ്ഞ് പതുക്കെ ഹെയർ കളർ ചെയ്യാൻ പാടുള്ളൂ. കാരണം ഒന്നാമതേ നമ്മൾ സ്മൂത്തനിങ് ചെയ്യുമ്പോൾ അത്രയും കെമിക്കൽസ് നമ്മുടെ മുടിയിലോട്ട് തന്നെയാണ്. അതായത് ഹെയർ കളർ ചെയ്തിട്ട് ഇനിയും ഇരട്ടി കെമിക്കൽസ് നമ്മൾ മുടിയിലോട്ടേക്ക് വരാനായിട്ട് മാക്സിമം അവോയ്ഡ് ചെയ്യുക. മിനിമം ഒരു 6 മന്ത്സ് എങ്കിലും കഴിഞ്ഞിട്ട് നിങ്ങളത് ചെയ്താൽ മതി. ഇല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഹെയർ ഫാളും ഭയങ്കര പ്രശ്നങ്ങളും ഒക്കെ നിങ്ങൾ നേരിടേണ്ടി വരും. പിന്നെ നമ്മൾ സ്മൂത്തനിങ്ങിന് ശേഷം ഞാൻ പറഞ്ഞില്ല, ചിലവർക്ക് ഇങ്ങനെ മുടി വളർന്ന് ഭയങ്കര ചുരുണ്ട മുടി ഇല്ലെങ്കിൽ ഉള്ളവരുടെ വളർന്നു വരുന്ന സമയത്ത് ചിലപ്പോൾ സ്ട്രെയിറ്റ് ചെയ്ത് അതും കൂടെ ഒന്ന് സ്ട്രെയിറ്റ് ആക്കാനായിട്ടൊക്കെ തോന്നും. അപ്പം അങ്ങനെയൊക്കെ തോന്നുന്ന സമയത്ത് നമ്മൾ സ്ട്രെയിറ്റിംഗ് ടൂൾസ്, ഹീറ്റിംഗ് ടൂൾസ് ഒക്കെ ഇല്ലേ, അതും ഉപയോഗിക്കും. അത് ഉപയോഗിക്കുന്നത് നിർബന്ധമാണെങ്കിൽ ഈ പ്രൊട്ടക്ഷൻ സ്പ്രേസ് ഒക്കെ അവൈലബിൾ ആണ്. ഹീറ്റ് പ്രൊട്ടക്ഷൻ സ്പ്രേസ് വെച്ചിട്ട് വേണം നിങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. അല്ലാണ്ട് ഉപയോഗിക്കില്ല. മാക്സിമം നിങ്ങൾ അവോയ്ഡ് ചെയ്യുക. നിർബന്ധമാണെങ്കിൽ ഹീറ്റ് പ്രൊട്ടക്ഷൻ സ്പ്രേ എന്തായാലും ഉപയോഗിക്കണം. അപ്പം ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. നിങ്ങൾക്ക് ഏകദേശം എല്ലാ ഡൗട്ട്സും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. സ്മൂത്തനിങ് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യില്ല. പിന്നെ ചെയ്തവരൊക്കെ ഇതെല്ലാം ഫോളോ ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് മുടി മാക്സിമം ലാസ്റ്റ് ചെയ്ത് നിർത്താനായിട്ട് പറ്റും. അപ്പം എല്ലാവർക്കും ഇതൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ടാറ്റാ.